തൃശൂർ ആമ്പല്ലൂരിൽ അടിപ്പാത നിർമ്മാണത്തിനായി റോഡ് പൊളിച്ചു തുടങ്ങി. മുന്നറിയിപ്പില്ലാതെയാണ് ആമ്പല്ലൂർ സെന്ററിൽ റോഡ് പൊളിച്ചു തുടങ്ങിയത്. ചൊവ്വാഴ്ചയാണ് തൃശൂർ ഭാഗത്തേക്കുള്ള ഗതാഗതം തടഞ്ഞ വാഹനങ്ങൾ സർവീസ് റോഡിലൂടെ തിരിച്ചുവിട്ടത്. ഇതോടെ ദേശീയപാതയിൽ വൻ ഗതാഗതക്കുരുക്കുണ്ടായി. സർവീസ് റോഡിന്റെ നിർമ്മാണം ബാക്കി നിൽക്കുന്നതിനിടെയാണ് മുന്നറിയിപ്പൊന്നുമില്ലാതെ ഗതാഗത നിയന്ത്രണം ആരംഭിച്ചത്. നേരത്തെ 26 മുതൽ അടിപ്പാത നിർമ്മാണം ആരംഭിക്കുമെന്നാണ് അറിയിച്ചിരുന്നതെങ്കിലും ചൊവ്വാഴ്ച മുന്നറിയിപ്പൊന്നുമില്ലാതെ നിർമ്മാണ പ്രവൃത്തികൾ തുടങ്ങുകയായിരുന്നു. ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് ദേശീയപാത അതോറിറ്റിയുടെ വീഴ്ച മൂലമാണെന്ന് കെ രാമചന്ദ്രൻ MLA പറഞ്ഞു. സർവീസ് റോഡുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ച് ഗതാഗത യോഗ്യമാക്കിയതിനു ശേഷം മാത്രമേ പ്രധാന റോഡിൽ നിർമ്മാണം തുടങ്ങൂ എന്ന ദേശീയപാത അതോറിറ്റിയുടെ ഉറപ്പിന്റെ ലംഘനമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും MLA കൂട്ടിച്ചേർത്തു. വിഷയത്തിൽ പ്രോജക്ട് ഡയറക്ടർ, ജില്ലാ കളക്ടർ, പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവരുമായി ചർച്ച നടത്തി അടിയന്തര നടപടി സ്വീകരിക്കുമെന്നും MLA വ്യക്തമാക്കി. അറിയിപ്പൊന്നുമില്ലാതെ റോഡ് പണിയും ഗതാഗത നിയന്ത്രണവും ആരംഭിച്ചത് വലിയ പ്രതിഷേധത്തിനിടയാക്കി. അടിപ്പാത പൂർത്തിയാക്കാൻ 10 മാസമാണ് ദേശീയപാത അതോറിറ്റി പറയുന്ന കാലാവധി. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.